വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ വീഡിയോയുടെ മെയിൻ ഉള്ളടക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോവുകയാണ്. നീണ്ട ഒരു വർഷത്തെ പ്രവാസത്തിന് ശേഷം അൽഹംദുലില്ലാ ഞാനിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ട എൻ്റെ സ്വന്തം നാട്ടിലോട്ട് ഞാൻ തിരിച്ചു പോവാണ്. അപ്പം വൈകിട്ട് 6:40 അത് സമയത്താണ് എൻ്റെ ഫ്ലൈറ്റ്. ജസീറയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ മാത്രമേ നാട്ടിലേക്ക് പോകുന്നുള്ളൂ. അജ്മൽ വരുന്നില്ല. ചില പ്രശ്നങ്ങളാൽ അജ്മലിന് എൻ്റെ കൂടെ വരാൻ പറ്റില്ല. പക്ഷേ എയർപോർട്ടിൽ എന്നെ കൊണ്ടുവിടാൻ അജ്മൽ ഉണ്ടാവും. ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല. റെഡി ആകാനുള്ള ടൈമൊന്നും ആയിട്ടില്ല. ഇൻഷാല്ലാ എനിക്കെന്തോ ഇവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. 1:30 3 മണിയാകുമ്പോഴത്തേനും ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പം ലോങ് ടൈമുകൾക്ക് ശേഷം ഏകദേശം 365 ദിവസങ്ങൾക്ക് മേളിലായിട്ടുണ്ടാവും ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തിനിടയ്ക്ക് ഇത്രയും സമയമെടുത്ത് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഞാൻ പഠിച്ചത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെങ്കിൽ പോലും ഇത്രയും ലോങ് ടൈമിൽ ഞാൻ വീട്ടിൽ പോകാതിരുന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കും ഉണ്ട്, എൻ്റെ വീട്ടുകാർക്കും ഉണ്ട്. എന്നെ ഇങ്ങനെ ഇത്രയും ലോങ് ആയിട്ട് കാണാതിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ അവരെപ്പോഴും പറയും പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും ഒരു 2-3 മാസം കൂടുമ്പോൾ എങ്ങനെയാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ലീവ് എടുത്ത് ചാടി വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അതിലേറെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുഞ്ഞ് ആൾക്കാർ എന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. എൻ്റെ ഷായനാട് എൻ്റെ സിസ്റ്ററിൻ്റെ പിള്ളേർ, മോനും മോളും. മോനാണെങ്കിൽ ഞാൻ ഈ വെക്കേഷൻ പ്ലാൻ ചെയ്ത സമയം മുതലേ ഇങ്ങനെ പറയും. ഓരോ ഡയറിയിൽ അവനിങ്ങനെ അവൻ്റെ സ്കൂൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാ October 13 ചിന്നമ്മ കംസ് എന്നും പറഞ്ഞ്. അങ്ങനെ ഓരോ ദിവസം അവൻ എണ്ണി. ഇന്നലെ പറഞ്ഞു ഇനി 2 days, ഇന്നിപ്പോൾ വിളിച്ച് പറഞ്ഞു ഇനി 1 days ഉള്ളൂ, ഇനി പിന്നെ കുറച്ച് മുന്നേ വിളിച്ച് പറഞ്ഞു ഇനി കുറച്ച് മണിക്കൂറും കൂടെ ഉള്ളൂ. അങ്ങനെ എൻ്റെ ബാഗേജ് എല്ലാം, എൻ്റെ ബാഗ്സ് എല്ലാം വെയിറ്റും കാര്യങ്ങളും എല്ലാം നോക്കി എല്ലാം സെറ്റായി കയറ്റി വിട്ടതിന് ശേഷം ഞാനിപ്പോൾ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാണ്. ഇതായിരുന്നു എൻ്റെ എൻ്റെയർ ലുക്ക്. നന്നായിട്ട് ഒരുങ്ങി പോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഫ്ലൈറ്റ് വന്നു. ജസീറയാണ് എൻ്റെ ഫ്ലൈറ്റ്. ഞാൻ ഫ്ലൈറ്റിൽ കയറിയിരുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ജസീറ ഫുഡൊന്നും തരാത്തതുകൊണ്ട് തന്നെ ഞാനൊരു ക്രൊസാൻ കരുതിയിട്ടുണ്ടായിരുന്നു. അത് ക്രൊസാനൊക്കെ കഴിച്ച് ഇനി കുറച്ച് നേരം ഉറങ്ങി എണീക്കുമ്പോൾ പെട്ടെന്ന് എത്തുമല്ലോ എന്നുള്ള ഇതിൽ അതുമല്ല ഉറക്കം എനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഉറങ്ങാമെന്നുള്ള മട്ടിലാണ്. പിന്നെ ഈ പുള്ളിക്കാരി എയർ ഹോസ്റ്റസ് വന്ന് എന്തൊക്കെയോ കാണിച്ചു തന്നു. അങ്ങനെ ഫ്ലൈറ്റ് എടുത്തു. ഈ മേളിന് താഴേക്ക് നോക്കുമ്പോൾ കുവൈറ്റ് എന്ത് വലിയൊരു ഇതല്ലേ. പക്ഷേ കുവൈറ്റ് ശരിക്കും ചെറിയൊരു രാജ്യമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എന്തോരം ഉണ്ട് കുവൈറ്റ്. അങ്ങനെ ഞാൻ ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തി ഉറങ്ങി. ഒരു 3 to 4 hours ഞാൻ ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉറങ്ങിയില്ലേ. ഉണർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് ഇതെന്താ എത്താത്ത എന്നുള്ള ടെൻഷനായിരുന്നു. അറ്റ് ലാസ്റ്റ് ആ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ കൊച്ചു കണ്ടു തുടങ്ങി. ഇതാ ഗൈസ്, ഞാൻ ലാൻഡ് ചെയ്യാൻ പോവുകയാണെന്ന് മറ്റേ എയർ ഹോസ്റ്റസ് പറയുന്നു. നിങ്ങൾ ഇതൊക്കെ ബെൽറ്റൊക്കെ ഇട്ടിരുന്നു, ഇപ്പം താഴെ ഇറക്കും. അങ്ങനെ നീണ്ട ഒരു വർഷങ്ങൾക്ക് ശേഷം ഒരു 5-6 മണിക്കൂറത്തെ യാത്രയ്ക്കും ശേഷം, ഫ്ലൈറ്റ് യാത്രയ്ക്കും ശേഷം ഞാൻ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നുള്ളൊരു ബോർഡ് കണ്ട ടൈമിൽ എൻ്റെ ഫീലിങ്സ് എൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് പിന്നീട് എനിക്ക് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് അവിടെ എത്തണം എന്നുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് അങ്ങനെ ആ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫാമിലിയെ കാണുന്നു നീണ്ട ഒരു വർഷത്തിന് ശേഷം. എനിക്കത് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം അവരെ കണ്ട സമയത്ത് അതാണ് എൻ്റെ ഫാമിലി. എൻ്റെ ഉമ്മ, സിസ്റ്റർ, പിള്ളേർ, സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് എല്ലാവരും ഉണ്ട്. എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ പോയപ്പോൾ എനിക്കൊന്നും ശരിക്കും കിട്ടിയില്ല. പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അത് അൽഹംദുലില്ലാ. പിന്നെ ഈ കുഞ്ഞിയാൾ, ഇയാൾക്ക് എന്നെ മനസ്സിലായില്ല. മറന്നു പോയതാണോ ഇനി നിൻ്റെ മേക്കപ്പൊക്കെ കണ്ടിട്ട് ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ടാൽ പോയത് മനസ്സിലാവാത്തതാണെന്നല്ല. പിന്നെ മുട്ടായൊക്കെ കൊടുത്ത് ഞാൻ ആളെ എൻ്റെ വശത്താക്കി എടുത്തു. പിന്നെ പുള്ളി ഒന്ന് സെറ്റായി. പിന്നെ എന്നോട് നല്ല കമ്പനിയായിരുന്നു. ആദ്യം പുള്ളി എന്നെ അങ്ങോട്ട് തീരെ പിടിക്കാത്തൊരവസ്ഥ, എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഈ പച്ചപ്പ് കണ്ടപ്പോൾ തന്നെ എനിക്ക് പകുതി ആശ്വാസമായി ഗൈസ്. എനിക്കെന്തോ സ്വർഗം കിട്ടിയൊരു ഫീലായിരുന്നു. വീട്ടിലേക്ക് അടുക്കും തോറും ആ ഒരു സുഖം. പിന്നെ എല്ലാ പ്രവാസികളുടെയും പോലെ തന്നെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ്. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രം കരുതിക്കൊണ്ടാണ് വന്നത്. എല്ലാവർക്കും കുറച്ച് കൊടുക്കാമെന്നുള്ളൂ. അൽഹംദുലില്ലാ അതിലെല്ലാവരും തൃപ്തരാണ്, സാറ്റിസ്ഫൈഡാണ്. അങ്ങനെ പെട്ടിയൊക്കെ പൊട്ടിച്ചു. അവർ അതിൽ നിന്ന് ഓരോ സാധനങ്ങളും പെറുക്കിയെടുക്കുന്നതാണ് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം എന്നെ കൊണ്ടൊന്നും ഒരിക്കലും ഇത് പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അവൾ ആ പാവയൊക്കെ എടുത്ത് കെട്ടിപ്പിടിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാ ഞാൻ ഇതൊക്കെ തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ച് വന്നത്. അതെല്ലാം എനിക്ക് കിട്ടി. അറ്റ് ലാസ്റ്റ് ഇതാണ് എൻ്റെ മെയിൻ കോഴ്സ് ഫുഡ്.
എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഫുഡ് നല്ല മോദമീൻകറിയും മോദ വറുത്തതും കോവയ്ക്ക മെഴുക്കോട്ടിയും കപ്പപ്പുഴുക്കും തൈരും. എന്നോട് ചോദിച്ചായിരുന്നു എന്ത് വേണമെന്ന്. ഞാൻ എൻ്റെ ഫസ്റ്റ് ഡേ പറഞ്ഞ മെനു ഇതാണ്. അൽഹംദുലില്ലാ എനിക്കത് എൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കി തന്നു. ഹയർ സന്തോഷം.